ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു യഹൂദനെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മുസ്ലിം പോലും യഹൂദനെ എതിരായിട്ടാ സംസാരിക്കൂ. ആ യഹൂദൻ അവന് ഒരു ദോഷവും ചെയ്തിട്ടില്ല, പക്ഷെ അവനെതിരായിട്ടേ സംസാരിക്കൂ. അതിന്റെ കാരണം ഇതാണ്. ഈ അവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രം ഉണ്ടായത്, ഇവരെ സംബന്ധിച്ച് ഈ മതവും രാഷ്ട്രവും തമ്മിൽ വ്യത്യാസമില്ല. മതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുഹമ്മദ് മതത്തിന്റെ നേതാവുമായിരുന്നു, അപ്പൊ തന്നെ അന്നത്തെ ഭരണത്തലവനുമായിരുന്നു. അത് കഴിഞ്ഞ് അബൂബക്കർ ഖലീഫയായിട്ട് വരുമ്പോൾ ഖലീഫ മതത്തിന്റെ നേതാവുമാണ്, ഭരണത്തലവനും. രണ്ടാമത് ഉമർ വരുന്നു, ഉസ്മാൻ വരുന്നു, അലി ഇവരെല്ലാം ഭരണത്തലവനുമാണ്, മതത്തിന്റെ നേതാവും. അപ്പൊ മതവും രാഷ്ട്രവും തമ്മിൽ ഇവർക്ക് വ്യത്യാസമില്ല. അപ്പൊ അവിടെ യഹൂദ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതോടുകൂടി അവരുടെ മതത്തിന് നേരെയുള്ള ഒരു അതിക്രമമായിട്ട്, ഒരു കടന്നുകയറ്റമായിട്ടാണ് അവരത് കാണുന്നത്. അതാണ് ഇത്രയും വഷളായിരിക്കും. നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാം. ഈ പറയുന്ന ഗ്ലോബലായിട്ടുള്ള ജിഹാദും ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാം, ഇതിന് എന്നായിരിക്കും ഒരു പ്രതിവിധി എന്ന് പറയുന്നത്? കാരണം ഇന്ത്യയും ഒരു ഹാൻഡിക്യാപ്ഡാണ്. നമ്മൾ ഇത്ര വർഷമായിട്ട് എത്ര പേരാണ് മരിക്കുന്നത്. അല്ല, നമ്മളിപ്പം അമേരിക്കയോട് പറയാം അവർ 1-2 പ്രാവശ്യം ഉണ്ടാക്കുന്നത്, പിന്നെ അവിടെ ഒന്നും വലുതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല. കാരണം ഇപ്പം ഓസ്ട്രേലിയ വീണ്ടും ഒരു ഗ്ലോബൽ ഇതായി. ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതെങ്ങനെയാണ് ഇതിനൊരു തീരുമാനം എന്ന് പറയുന്നത്? തീരുമാനം വരണമെങ്കിൽ നട്ടലുള്ള ഭരണാധികാരികൾ ഉണ്ടാകും. അതാണ് പ്രധാന കാര്യം. അതായത് കൃത്യമായിട്ട് ഇതിനെ ഇപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളിൽ പലയിടത്തും അങ്ങനെയുള്ള ഭരണാധികാരികളൊക്കെ ഉണ്ട് ഇതിനെ അടിച്ചമർത്താൻ ഭാഗത്ത്. കാരണം ഇപ്പൊ താടി വെച്ച് നടക്കുന്നവനെ പോലും പിടിച്ചകത്തിടാന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് അത് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഏകാധിപത്യ രാജ്യങ്ങളായതുകൊണ്ട്, രാജഭരണമായതുകൊണ്ട് അവിടെ അത് പറ്റും, അത് വേറെ കാര്യം. എന്നാൽ പോലും പഠിപ്പിക്കുന്നത്, മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണ്, അത് കൃത്യമായിട്ട് അതിന്റെ ആ സിലബസിൽ എന്താ ഉള്ളതെന്ന് ഭരണാധികാരികൾ അറിയണം. എന്നിട്ട് അന്യമത വിദ്വേഷമുള്ള ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളത് അതെല്ലാം മാറ്റണം. കാരണം അടുത്ത ഈ തലമുറ ഇത് പോയി എന്ന് വെക്കാം, അടുത്ത തലമുറയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭരണാധികാരികൾ ശക്തമായ നിലപാടുകൾ എടുക്കണം ഇതിനെതിരെ. പക്ഷെ അത് ചെയ്യാൻ ആരും തയ്യാറാവില്ല. കാരണം വോട്ട് ബാങ്കിനെ ഭയന്നിട്ടാണ്. ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ വോട്ട് ബാങ്കാണ്. ഇനി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റേസിസ്റ്റ് എന്നുള്ള വിളി, പിന്നെ ഇസ്ലാമോഫോബിക് എന്നുള്ള വിളിയൊക്കെയാണ്. അപ്പൊ അതിനെ അവർ ഭയപ്പെടുന്നത് കൊണ്ട് അവിടെയും പിന്നെ ഇതുണ്ട്, വോട്ട് ബാങ്കും അവിടെയും പ്രധാനമാണ്. കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ മുസ്ലിങ്ങൾ അഭയാർത്ഥികളായി കയറി കൂടിയിട്ട് അവിടെ ആര് ജയിക്കണം തോൽക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കുന്ന നിർണായക ശക്തികളായി മാറിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ അങ്ങനെ ഇടങ്ങളിൽ ഇത് വരുമെന്ന് തോന്നുന്നില്ല. ഭരണാധികാരികൾ ഇവർക്ക് ഒരു നിലപാടെടുക്കും തോന്നുന്നില്ല.